ഹലോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫിലെ ഒരു ചെറിയ ഒരു ഈവനിങ് വ്ളോഗായിട്ടാണ് ട്ടോ വന്നിരിക്കണേ. അപ്പോൾ ഒരു വൈകുന്നേരം ആവാൻ നേരത്തന്നെ മഴ വരുന്നതുകൊണ്ട് ഞാൻ അഴയിലിട്ട തുണികളൊക്കെ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഏട്ടനെ കുട്ടീനെ ഏൽപ്പിച്ചിട്ടാട്ടോ. അപ്പോൾ ഞാൻ എടുത്ത അതേ സമയത്ത് തന്നെ എന്ത് ചെയ്തു, തുണിയൊക്കെ ഒന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ നേരെ നമ്മൾ പോണത് അടുക്കളയിലേക്കാട്ടോ. അപ്പോൾ അവിടെ മക്കൾ വരുന്നതിന് മുന്നേ അവർക്ക് എന്തെങ്കിലും സ്നാക്കൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അത് നമ്മൾ പതിവാണ്. അപ്പോൾ ഞാൻ ചായക്ക് ആദ്യം വെള്ളം വെച്ചു. എന്നിട്ട് നമ്മൾ അതിനിടയിൽ പോയിട്ട് നമ്മൾ ഇന്ന് അട ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിച്ചിരിക്കണേ. അപ്പോൾ നമ്മൾ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഞാൻ ഇലയൊക്കെ ഇതിന് മുമ്പേ പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മളെ പൊടി ഉണ്ടല്ലോ, അരിപ്പൊടി, അത് വാട്ടി നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ വിട്ടു പോയതാണ്. നമ്മൾ പൊടുവണി എന്നാട്ടോ നമ്മൾ പറയും ഇവിടെ അതിൻ്റെ ഇലയ്ക്ക്. അപ്പോൾ അത് ഒക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ ശർക്കര എടുത്ത് പൊടിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ശർക്കര എടുത്ത് പൊടിക്കണം. അപ്പോൾ അതിന് മുന്നേ മഴ വരുന്നുണ്ടോ മക്കൾ വരുന്നതിന് മുന്നേ എന്ന് ഞാൻ ഏട്ടനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശർക്കര ഞാനൊരു 4 ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഇടികല്ലെടുത്തിട്ട് ഞാനതൊന്ന് പൊടിക്കാൻ വേണ്ടി നോക്കുകയാണ്. ശരിക്കും ഇത് നമ്മൾ ഇങ്ങനെ ചുരണ്ടി ഇടാണ് വേണ്ടത്. പക്ഷേ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ പൊടിച്ചെടുത്ത് പിന്നെ ഞാൻ ആ കല്ല് അപ്പം തന്നെ അങ്ങോട്ട് കഴുകി വെച്ചു. ഏതായാലും കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. മോന് കരഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ചിലപ്പോൾ ഏട്ടൻ സഹായിക്കും. അപ്പോഴേക്കും നമ്മുടെ ചായയൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനതിൽ പൊടി ഇട്ടിട്ട് ഇനി അത് വാങ്ങി വെച്ചിട്ട് വേണം. അപ്പോൾ ഇപ്പുറത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ ആവിക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഡ്ഡലിത്തട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനോട് ഏട്ടൻ പറഞ്ഞു ഞാനൊരു തേങ്ങ പൊളിച്ചിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ തേങ്ങ പൊളിക്കാൻ പോയതാട്ടോ. അപ്പോൾ തേങ്ങ പൊളിക്കാനും അതേപോലെ തേങ്ങ ചിരകാനൊക്കെ ഏട്ടൻ തന്നെയാണ് കേട്ടോ സഹായിക്കാറ്. ഇവിടെ എന്താ പറയുക, മോന് കരഞ്ഞാൽ പിന്നെ ഏട്ടൻ തന്നെയാണ് മിക്കവാറും ഈ പണികളും ജോലികളൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഏട്ടന് ആ സമയം കൊണ്ട് വേഗം ഞാൻ മോനെടുത്ത സമയം കൊണ്ട് നമുക്ക് തേങ്ങയൊക്കെ ചിരകി തരിക കേട്ടോ. അപ്പോൾ അട ആയ അവർക്ക് തിന്നാലോ. അപ്പോൾ ആ സമയം കൊണ്ട് അവരിങ്ങോട്ട് വീട്ടിലേക്ക് എത്തിയിട്ട് അവർ വണ്ടിയിൽ ഇറങ്ങി. മക്കൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ വീട്ടിലേക്ക് കയറി. ആ സമയം ഞാൻ അടുക്കളയിൽ ഇതാ ഇങ്ങനെ ഓരോ ഉരുളയാക്കിയിട്ട് നമ്മൾ ഇലയിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇനി ഇതൊക്കെ പരത്തിയിട്ട് ഇതിനകത്ത് ശർക്കരയും അതേപോലെ തേങ്ങയൊക്കെ വെക്കണം. എന്നിട്ട് വേണം കേട്ടോ അത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് പരത്തുകയാണ്. മക്കൾ വന്നിട്ട് ഓരോന്ന് ചോദിക്കണമൊക്കെ ഉണ്ട്. അവർ അച്ഛനായിട്ട് നല്ല സംസാരമാണ്. അപ്പോൾ ഇതേപോലെ ഓരോ അടയും നമ്മൾ പരത്തിയെടുക്കണം കേട്ടോ. കുറച്ച് നൈസായിട്ട് പരത്തി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, വല്ലാണ്ട് കട്ടിയില്ലാത്ത രീതിയിൽ നമുക്ക് കഴിക്കാം കേട്ടോ. അതിന് ശേഷം ഞാനിവിടെ നാളികേരം ഇടാൻ പോവുകയാണ്. അപ്പോൾ നാളികേരം ഇട്ടതിന് ശേഷമാണ് നമ്മൾ ശർക്കര ഇടാറ് കേട്ടോ. ചിലയിടത്തൊക്കെ നാളികേരം ശർക്കരയും ഒന്നിച്ച് കൂട്ടിയിട്ട് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യാറില്ല. നമ്മൾ ഇതേപോലെ ഓരോന്നിലും ആദ്യം തന്നെ തേങ്ങയാണ് ആദ്യം എന്താ പറയുക ഇട്ട് വയ്ക്കുക. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ശർക്കര ഇടാറുള്ളത്. ശർക്കര പൊടിച്ചത് കുറച്ചെന്ന് പറയുക ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ശർക്കര കിടക്കണുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ആവിയിൽ അങ്ങോട്ട് വെക്കുമ്പോൾ ഉരുകിയിട്ട് അങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ശർക്കരയും തേങ്ങയും ഒക്കെ കൂടെ മിക്സായിട്ടാണ് ഇനി ആവിയിൽ കിട്ടുക. അപ്പോൾ ഇതേപോലെ നമ്മൾ മടക്കി എടുക്കണം കേട്ടോ. മടക്കിയിട്ട് അതിൻ്റെ 2 സൈഡും നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ ശർക്കര ഉരുകി ഒലിച്ചു പോവും. അപ്പോൾ അതിന് 2 സൈഡും നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഇതേ രീതിയിൽ മടക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഞാൻ ഓരോന്നും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് പിന്നെ 4-5 പേർക്ക് കഴിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും വെള്ളമൊക്കെ തിളച്ച് വന്നിട്ട് ആവിയൊക്കെ വരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സമയം ലാഭിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ തന്നെ എന്താ പറയുക നമ്മളെ ഇഡ്ഡലി തട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ പരത്തി മടക്കി വന്നപ്പോഴേക്കും അതിനകത്ത് ആവി വന്നപ്പോൾ പെട്ടെന്ന് ആവാലോ എന്ന് വിചാരിച്ച് ഞാൻ അതിലേക്ക് ഓരോന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം വിചാരിച്ചു എല്ലാം ഒന്നിച്ച് വേവൂലെന്ന്. പക്ഷേ എല്ലാം എന്താ പറയുക അടുക്കി വെച്ച് ഇതായപ്പോൾ കൊണ്ടിട്ട് അതിനകത്ത് എല്ലാം വെച്ചു. പിന്നെ ഞാനത് അങ്ങോട്ട് അടച്ച് വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് സമയം അതിലിരിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോഴേക്കും അത് വെന്ത് കിട്ടും. അപ്പോഴേക്കും മോൻ കരഞ്ഞപ്പോൾ ഞാൻ പോയ സമയത്ത് ഏട്ടന് എന്ത് ചെയ്തു, അവിടെ മക്കൾ കൊണ്ടുവന്ന അവരെ സ്നാക്ക് ബോക്സ് അതേപോലെ അവരുടെ വെള്ളപ്പാത്രമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഏട്ടൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ അങ്ങനെ കഴുകി വെക്കുക കേട്ടോ. ഇവിടെ കൂടുതൽ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏട്ടൻ നമ്മളെ സഹായിക്കും. എന്താ പറയുക, വീട്ടിലെ എല്ലാ ജോലികളും എല്ലാവർക്കും എന്താ പറയുക തുല്യമായിട്ട് എടുക്കുക എന്നുള്ള ആ ഒരു ചിന്താഗതി ഉള്ള ആളാട്ടോ ഏട്ടന്. അപ്പോൾ എല്ലാത്തിനും ആൾ സഹായിക്കും. അപ്പോൾ കുറച്ച് കൂടുതൽ പാത്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി മക്കളെ സ്കൂളിലേക്ക് കൊണ്ടുപോയ പാത്രമൊക്കെ ഇതേപോലെ ഒരു പാത്രത്തിലിട്ട് വയ്ക്കും. മറ്റതൊക്കെ നമ്മളുടെ പാത്രം വയ്ക്കുന്ന ആ ഒരു സ്റ്റാൻഡിലേക്ക് വെക്കും കേട്ടോ. അപ്പോൾ കുറച്ച് നമ്മളെ അവിടെ അടുക്കളയിൽ കുറച്ച് പരന്ന പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അതൊക്കെ കഴുകി വെച്ച് പിന്നെ ഏട്ടൻ അവിടെ തന്നെ ക്ലീൻ ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് പിന്നെ ഏട്ടനവിടെ ക്ലീൻ ചെയ്തിട്ടു. പിന്നെ എനിക്ക് വരുമ്പോൾ ഈ പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. മോനെയും കൊണ്ട് നമ്മൾക്ക് ചെറിയ കുട്ടി ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തെ ഒരു എന്താ പറയുക നല്ലൊരു സഹായം തന്നെയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. പിന്നൊക്കെ ദാ ഇതേപോലെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ അട വെന്തിട്ടുണ്ടോ എന്ന് ഏട്ടൻ തുറന്ന് നോക്കുകയാണ് കേട്ടോ. നമ്മുടെ ഇലയുടെ കളർ ദാ ഇതേപോലെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അട വെന്തു എന്നാണ് കേട്ടോ നമുക്ക് മനസ്സിലാക്കുക. പിന്നെ പൊടി നമ്മൾ ആദ്യം തന്നെ തിളപ്പിച്ച വെള്ളത്തിലിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുന്നതുകൊണ്ട് അധികം വേവ് ഉണ്ടാവില്ല. നല്ല ശർക്കരയുടെയും തേങ്ങയുടെയൊക്കെ ഒരു സ്മെല്ല് വരും കേട്ടോ വേവുമ്പോൾ. അപ്പോൾ ചൂടോടെ തന്നെ ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഓരോന്ന് എടുത്തിട്ട് നമ്മൾ പാത്രത്തിലേക്ക് എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അവിടേക്ക് കൊണ്ടുവയ്ക്കണം, മക്കളെയും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞ് തുറന്ന് നോക്കാൻ വെന്തിട്ടുണ്ടോ. അത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലെ നമ്മൾ ഇലയിൽ നിന്ന് അടർന്ന് പോരും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ഫുഡ് കഴിക്കണം. മോനപ്പം ഇങ്ങനെ ഉറങ്ങിയിട്ടോ, വീണ്ടും എൻ്റെ തോളിൽ കിടന്ന് ഉറങ്ങി. അപ്പോൾ ഞാൻ അവിടെ കൊണ്ടുപോയി കിടത്തി അവനെ. അപ്പോൾ ഇതേപോലെ ഞങ്ങൾ എന്താ പറയുക, നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ ശ്രമിക്കും കേട്ടോ. രാവിലെ ഏട്ടൻ ക്ഷേത്രത്തിൽ നിന്ന് വരുമ്പോൾ കുറച്ച് സമയമാവും. അപ്പോൾ മക്കളെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, കിട്ടുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കും. അമ്മ ഞങ്ങളെ കൂടെ ഇരുന്നിട്ടില്ല. അമ്മ തൊട്ട് അപ്പുറത്താണ് ഇരുന്നത്. അമ്മ എന്താ പറയുക, അമ്മയ്ക്ക് അങ്ങനൊരു വീഡിയോയിൽ വരാനുള്ള ഒരു ഇതില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒപ്പം ഇരുന്നുകൊണ്ട് കഴിക്കും. പിന്നെ ഓരോ ഇതൊക്കെ കാര്യങ്ങളൊക്കെ പിന്നെ അവർ സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും ഈ സമയത്ത്. പിന്നെ അവർക്ക് ഇഷ്ടമാണ് നമ്മളെല്ലാവരും ഒന്നിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അടയൊക്കെ സൂപ്പറായിട്ടുണ്ട്. തണുത്തിട്ട് കഴിക്കാനാട്ടോ നല്ല ടേസ്റ്റ്. പക്ഷെ ഞങ്ങൾ ചൂടോടെ കഴിക്കും. മക്കൾക്ക് ഇത് വലിയ ഇഷ്ടമാണ്. നമ്മളിതിനിവിടെ പൂവട എന്നാണ് കേട്ടോ പറയുക ഈ പലഹാരത്തിന്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് പറയുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇതേപോലെ ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കണം. എന്താ പറയുക, അത് നമ്മളൊരു ബന്ധത്തിൻ്റെ ശക്തി തന്നെയാണ്. മക്കളും അച്ഛനും അമ്മയും ഉള്ള സമയത്ത് കേട്ടോ. അപ്പോൾ ഇതേപോലെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സുഖം എന്ന് പറഞ്ഞാൽ അതൊരു വേറെ തന്നെയാണ്. ചെറിയ ആൾ ഉറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക വലിയൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഞങ്ങൾക്ക് ഒപ്പം ഇരുന്ന് കഴിക്കാനുള്ള എന്താ പറയുക എല്ലാ ഇതും ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഈവനിങ് ഇതേപോലെ നല്ല ഈ ഒരു പലഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട് അവരോടൊപ്പം ഇരുന്ന് കഴിക്കാൻ സാധിച്ചതിൽ ഈശ്വരനോട് നന്ദി പറയുന്നു. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇത്ര കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.